വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, അത് കേരളത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു കേസാണ്. അതിൽ EDയുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ പേര് ഒന്നാം പ്രതിയായി അതിൽ വരുന്നുമുണ്ട്. ആ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിജിലൻസ് പറയുന്നത് എങ്ങനെയാണ്? ഈ ഈ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറെ അറസ്റ്റിലേക്കടക്കമുള്ള കാര്യങ്ങളുടെ ആലോചന എങ്ങനെ നടക്കുന്നു, വിഷ്ണു? ഹാഷ്മി, നിലവിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ അറസ്റ്റിലേക്കോ ചോദ്യം ചെയ്യലിലേക്കോ കടക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടില്ല. ഈ പ്രതികളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് ഡിജിറ്റൽ സാങ്കേതിക തെളിവുകളൊക്കെ ലഭിച്ച ശേഷം മാത്രം അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതി എന്നാണ് വിജിലൻസിന്റെ ഒരു നിലപാട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തി തെളിവുകളുടെ അഭാവത്തിൽ ചോദ്യം ചെയ്ത് കോടതിയിലേക്കൊക്കെ കൊടുത്താൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ വിജിലൻസിനുണ്ട്. അതുകൊണ്ടാണ് തെളിവുകൾ സമാഹരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാം എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ആഷ്മി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണിത്. ED വിഭാഗവുമായി ബന്ധപ്പെട്ട് കേസ് ഒതുക്കി തീർക്കാൻ വലിയ തുക ഇത്തരത്തിൽ കൈക്കൂലിയായി ആവശ്യപ്പെടുന്നു. ഈ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ കേസിൽ ഇന്നലെ പിടിയിലായത് വിൽസൺ, അതോടൊപ്പം മുകേഷ് എന്ന് പറയുന്ന 2 പേരാണ്. ഇവർ 2 പേരുമാണ് ഈ കൊല്ലത്തെ ഈ പരാതിക്കാരനുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥന് വേണ്ടി പണം ചോദിച്ചതെന്ന് വിജിലൻസിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3-ാം പ്രതി മുകേഷ് ഹവാല കേസിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇയാൾ ഈ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിരവധി അനധികൃത ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നാണ് വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെയെങ്കിൽ ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന് വിശേഷിപ്പിക്കാം. കൂടുതൽ പേരൊക്കെ ഈ കേസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വിഷ്ണു, വ്യവസായിക്കെതിരെ ED കേസുണ്ട് എന്നുള്ള കാര്യം തമ്മനത്തെ വിൽസൺ എന്ന് പറയുന്ന ആൾ അറിയുന്നത് എങ്ങനെയാണ്? ആരാണ് ഈ വിൽസൺ, വിഷ്ണു? ഹാഷ്മി, വിൽസൺ തമ്മനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ എന്നാണ് വിജിലൻസിന് ലഭിക്കുന്ന വിവരം. ഇയാൾക്ക് ഈ പറയുന്ന ഈ കൊല്ലം സ്വദേശിയുടെ അഡ്രസ് എടുത്ത് നൽകിയത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്താണ്. അയാളെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധേയമായ കാര്യം, ആദ്യം ഈ കൊല്ലം സ്വദേശിയെ വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്ത് ഒരു റൗണ്ട് ചോദ്യം ചെയ്ത് വിടുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇയാളെ ഈ വിൽസൺ സമീപിക്കുന്നത് പണം ആവശ്യപ്പെട്ട്. പണം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 14-ാം തീയതി നിങ്ങൾക്ക് അടുത്ത സമൻസ് വരുമെന്ന്. ആ 14-ാം തീയതി തന്നെ ഇയാൾക്ക് സമൻസ് വരികയും ചെയ്തു. അത്തരത്തിൽ 14-ാം തീയതി സമൻസ് വരുമെന്ന് വിൽസൺ അറിയണമെങ്കിൽ അത് തീർച്ചയായും EDയുടെ സോഴ്സിൽ നിന്നായിരിക്കണം, ED ഉദ്യോഗസ്ഥരിൽ നിന്നായിരിക്കണം. അല്ലാതെ സാധാരണക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ പുറത്തുനിന്നൊരാളിൽ നിന്നോ അത്തരത്തിലൊരു വിവരം നൽകാൻ വിൽസൺ ആകില്ല. അതുകൊണ്ട് EDയുമായി ബന്ധപ്പെട്ട് ഈ കേസിന് ബന്ധമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർ പറഞ്ഞ പേരിന്റെ അടിസ്ഥാനത്തിൽ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് വിജിലൻസ് എത്തുകയും ചെയ്തത്. ഇത് ഒരു കേസ് മാത്രമാണ്. ഇത്തരത്തിൽ നിരവധി കേസുകളുണ്ട്. പല കേസുകളുണ്ടെന്നാണ് വിജിലൻസ് പറയുന്നത്. പല കേസുകൾ എത്രത്തോളം തെളിവിലേക്ക് എത്താൻ കഴിയും? ഒന്നാമത് ED ഉദ്യോഗസ്ഥനാണ്. ഈ ഉടായ്പിൻ്റെ ഈ പറഞ്ഞ പല വഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ അറിവുള്ള നിയമത്തിൻ്റെ അറിവുള്ള ആളാണ്. അപ്പോൾ ഏത് രീതിയിൽ തെളിവിലേക്കും അത് കൺവിക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതായിരിക്കും നമുക്ക് കാത്തിരുന്നതാണ്.